സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട് 7-ാം അധ്യായം 10-ാം വാക്യവും 24-ാം വാക്യവും. മതി. അടുത്തത് 24-ാം വാക്യം. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. അടുത്തത് ഇവിടെ പറയുകയാണ്, 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ പ്രളയം തുടങ്ങി. നല്ല ദൈവമേ, ഞങ്ങളോട് സംസാരിക്കണം, അങ്ങിടപെടണമേ കർത്താവേ. പരിശുദ്ധൻ്റെ കരം കൂടെ ഇരിക്കണം, സംസാരിക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ പറയുകയാണ്, 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ പ്രളയം തുടങ്ങി. ശക്തമായ ഒരു ശുശ്രൂഷ, അതുവരെ കാണാത്ത ഒരു സംഭവം, വ്യക്തിപരമായി ഒരു വെളിപ്പാട്, വ്യക്തിപരമായി ദൈവിക ഇടപെടല്. നോഹയ്ക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ഉപനിധി എന്ന് പൗലോസ് എന്ന് പറയാൻ കഴിയും. നോഹയുടെ ഉറപ്പാണ്, ഞാൻ കേട്ട ശബ്ദം ദൈവശബ്ദമാണ്. എത്ര പേരുടെ അകത്തുറപ്പുണ്ട്? ഇന്നലകളിൽ കേട്ടത് ദൈവശബ്ദമാണ്, ഇന്ന് രാവിലെ കേട്ടത് ദൈവശബ്ദമാണ്. എൻ്റെ കർത്താവാണ് എന്നോട് സംസാരിച്ചത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഭാര്യ ചോദിക്കാറുണ്ട്, അച്ഛാ കാര്യം സത്യമാണോ? അവള് പറയും, സത്യവാടി, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ എന്തോതിന് തുടങ്ങുകയാണ്? അദ്ദേഹം പറയും, രക്ഷപ്പെടണമെങ്കിൽ അകത്ത് കയറിക്കോണം. ഹല്ലേലൂയ. രക്ഷപ്പെടണമെങ്കിൽ അകത്ത് കയറിക്കോണം. ശക്തമായ സന്ദേശം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. അവസാന നിമിഷം ഹല്ലേലൂയ, സകല ജീവജാലങ്ങളും മൂക്കിൽ ജീവശ്വാസമുള്ള എല്ലാം അകത്ത് കയറി സ്വസ്ഥമായിട്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ല. പെട്ടകത്തിനകത്ത് സ്വസ്ഥതയുണ്ടെന്ന് നാം ചിന്തിക്കരുത്. അസ്വസ്ഥതകളാ. ക്രിസ്തീയ ജീവിതം അങ്ങനെ സ്മൂത്തായിട്ട്, കുഴപ്പമില്ലാതെ, ശാന്തമായിട്ട് അങ്ങ് എത്താമെന്ന് നാം ഓർക്കണ്ട. ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം, ദൈവ ശബ്ദപ്രകാരം താൻ പെട്ടകമൊക്കെ പണിതു, കാര്യമൊക്കെ ശരിയാ, എല്ലാത്തിനെയും അകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ വാതിൽ സ്വർഗമടയ്ക്കും. ഇപ്പോഴത്തെ പ്രശ്നം ആരടയ്ക്കും, ആർ തുറക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് നോഹയുടെ വിഷയം ആരെങ്കിലും അടയ്ക്കട്ടെ, വെള്ളമകത്ത് കയറണമെന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ അടച്ചാലൊക്കത്തില്ലല്ലോ. സ്വർഗം തന്നെ പറഞ്ഞു, ഞാൻ വാതിൽ അടച്ചോളാം, ബാക്കി കാര്യമെല്ലാം നീ ചെയ്തു, അകത്ത് കയറിക്കോണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കയറ്റിയില്ലെങ്കിലും സ്വന്തം ഭാര്യയും സ്വന്തം കുഞ്ഞുങ്ങളും പെട്ടകത്തിനകത്ത് കയറിയാൽ നാം കൃതാർത്ഥരായി. ഒരു സ്തോത്രം പറ. അതിനുവേണ്ടി നാം ബുദ്ധിമുട്ടണം, അതിനുവേണ്ടി നാം വില കൊടുത്തേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഞാൻ പലപ്പോഴും വീട്ടിലും പറയാറുള്ള കാര്യമാണ്, ആർക്കും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആർക്കും വേണ്ടി ഉപവസിച്ചില്ലെങ്കിലും സ്വന്തം തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വേദനയോടെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്ര. ശുശ്രൂഷകരെന്ന നിലയിൽ ഹൃദയത്തിൽ വേദനയുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ, ഈ തലമുറയെ നമുക്ക് കൃപയിലേക്ക് നയിക്കണം. ഈ തലമുറ അഭിഷേകം പ്രാപിക്കണം. അക്കരെ നാട്ടിലെത്തുവാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ടുപിടിക്കണം. പെട്ടകത്തിനകത്ത് നമ്മുടെ തലമുറ കയറിയേ ഒക്കത്തുള്ളൂ. സ്തോത്രം. വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, കർത്താവെ, കെട്ടേണ്ട ഭാഗത്തെ കെട്ടി, ബന്ധിക്കേണ്ട ഭാഗത്തെ ബന്ധിച്ച്, തടയേണ്ട മേഖലകളെ തടഞ്ഞ്, അടയ്ക്കേണ്ട വഴി അടച്ച്, തുറക്കേണ്ട പാത തുറന്ന് ഇങ്ങോട്ട് തകർത്താവെന്ന് ആത്മാവിൽ പറയാൻ എത്ര കഴിയും? കർത്താവെ,
ഹല്ലേലൂയ. തൊടേണ്ട മേഖലകളെ തൊടണം. മേപ്പോട്ട് നോക്കുവാൻ എൻ്റെ തലമുറയ്ക്ക് ഒരു അവസരം ഒരുക്കണമെന്ന് എത്രയോ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവേ, തലമുറ ഉയരത്തിലേക്ക് നോക്കുവാൻ മറക്കരുത്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്തൊരു നന്മയും എൻ്റെ തലമുറയ്ക്ക് വേണ്ട കർത്താവേ. ദൈവഹിതമല്ലാത്തൊരു അനുഗ്രഹവും ജീവിതത്തിൽ വേണ്ട കർത്താവേ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് തടസ്സകരമായ ഒന്നും ജീവിതത്തിൽ വേണ്ടപ്പാ എന്ന് ഉറക്കെ പറയുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ പകൽക്കാലം തയ്യാറാകും? കർത്താവിനോട് സംസാരിക്കാൻ, കർത്താവേ, ഇന്ന് പകൽക്കാലം തിരിഹിതമല്ലാത്ത ബന്ധം എനിക്ക് വേണ്ട. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. പഠിപ്പിക്കേണ്ട മേഖലയിട്ടവരെ പഠിപ്പിക്കും ദൈവം. അപ്പൊ നമ്മൾ ഭാരപ്പെടരുത്. ദൈവത്തിന് പണിയാൻ കഴിയും. പ്രളയം ശക്തമായി 7 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്ത് കയറി. എല്ലാവരും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പ്രളയം ആരംഭിച്ചു. ഒരു സ്വസ്ഥതയില്ലേ? ഒരു സമാധാനമില്ലേ? ഇതിനൊരു നീക്കമില്ലേ കർത്താവേ? ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നാം? കരയുകയല്ലേ? നിലവിളിക്കുകയല്ലേ? ഇതിനൊരു നീക്കുപോക്കില്ലേ കർത്താവേ? ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. അടുത്ത നിമിഷം പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. വേലയ്ക്ക് വിളിയുള്ള കുഞ്ഞുങ്ങൾ വേലക്കാരായി പുറത്തു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ അവർ വേലയ്ക്ക് പുറത്തു വരാൻ നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവേ, അവർ വേലക്കാരാകാതെ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. വേറെ ഒന്നും വേണ്ട കർത്താവേ. ചില ബന്ധങ്ങൾ, വഴികൾ തുറക്കണമേ. അതിലൂടെ അവർ ശുശ്രൂഷകന്മാരായി അവർ പുറത്തു വരണം കർത്താവേ. ബാക്കി അപ്പച്ചൻ കരുതുമെന്ന്. കർത്താവ് കരുതും. അവൻ ഉയർത്തുവാൻ ശക്തനാ. അവന്റെ സങ്കേതമാ. തലമുറ, വേലയ്ക്ക് വിളിയുള്ള തലമുറകൾ. നമ്മുടെ കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവം നമ്മളെ ആദരിക്കും. ദൈവം നമ്മളെ എപ്പോഴും സഹായിക്കും. ചില നന്മയൊക്കെ തരും. ചില ഉയർച്ചകളൊക്കെ തരും. ചില സമ്പത്തൊക്കെ തരും. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം മഹത്വമേറിയ ശുശ്രൂഷയാണ്. അതിനൊരു വഴി തുറന്നു തരണേ കർത്താവേന്ന്. വിലയ്ക്ക് വിളിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു വഴി എനിക്ക് തുറന്നു തരണമേ. ഒരു വഴി എനിക്ക് തുറന്നു തരണമേ. ഒരവസരം എനിക്ക് തുറക്കണമേ. എൻ്റെ വാക്കിന്ന് വേഗത്തിൽ വിരമിക്കാൻ പോകുകയാ. വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ട് തുടങ്ങി. ആദ്യത്തെ നിമിഷം ഒരു വിഷയമില്ലായിരുന്നു. കുഞ്ഞുങ്ങളും സഹോദര പിള്ളേരൊക്കെ ചെന്നിങ്ങനെ നിപ്പൊക്കെ കണ്ടോ, ആനയുടെ അടുത്തൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു. അപ്പോൾ ഈ നോഹയുടെ ഭാര്യ ഞാൻ ചാച്ചനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ദൈവനാമത്തിൽ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. ഗ്ലോറി. പുള്ളിക്കാരനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷേ പുള്ളിക്കാരി 18 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇത് ഓർക്കുന്ന പോലുമില്ല. പുള്ളിക്ക് ഇത് ഓർക്കാൻ നേരമില്ലെന്നുള്ളതാണ് വിഷയം. ഇതോർക്കാൻ പുള്ളിക്കാരൻ നേരമില്ല. പുള്ളിക്കാരി ഇതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ആരെ സിംഹമെല്ലാം ഉണ്ടായിരുന്നു. സ്വത്രം. എൻ്റെ ഒരു ചിന്ത അത് മോശ ശരിക്കും പ്രാർത്ഥിച്ചത് പെട്ടെന്ന് വിചാരിക്കും. കാരണം ദൈവം ഇതൊന്നും വാ തുറക്കരുതേ. ഒറ്റ ഒരെണ്ണം ഈ സിംഹമൊക്കെ വാ തുറന്നുള്ള അവസ്ഥയൊന്നും വായിക്കോട്ടെ വിട്ടാൽ മതി, അല്ലയോ? നോഹ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് പെട്ടകത്തിനകത്തിരുന്നായിരിക്കും. നോഹയുടെ പ്രാർത്ഥന ശക്തമായി. അടുത്ത നിമിഷം പ്രിയരെ, ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുക. ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഈ അസ്വസ്ഥതകളുടെ നടുവിലും ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്: എത്ര നാൾ നാം ഇത് സഹിക്കണം? എത്ര നാൾ നാം ഇത് അനുഭവിക്കണം? എത്ര നാൾ നാം ഈ ശോധന കടന്നു പോകണം? എത്ര നാൾ നാം ഈ ദുഃഖം അനുഭവിക്കണം? പ്രിയരെ, നിസ്സാരമല്ല. ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയുക, ഒരു സ്വസ്ഥത സ്വർഗം തരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്വസ്ഥത ദൈവം തരും. ഒരു സ്വസ്ഥത ജീവിതത്തിൽ തരും. എത്ര നാൾ ഞാനിത് അനുഭവിക്കണം? എത്ര നാൾ ഞാനിത് അനുഭവിക്കണം? എത്ര നാൾ പ്രസംഗം കഴിഞ്ഞു, അഭിഷക്തൻ കയറിയ വീടിന്റെ അല്ലെങ്കിൽ പെട്ടകത്തിന്റെ വാതിൽ സ്വർഗം അടച്ചു.
ചില വഴികൾ അടച്ചിട്ട് സ്വർഗം നമ്മെ ചിലർ തിരുത്തും. ചില വാതിലുകൾ അടച്ചിട്ട് സ്വർഗം ചിലത് പഠിപ്പിക്കും. നാം പ്രതീക്ഷിക്കാതെ സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു, സകല കണക്ഷനും നിന്നുപോയി, സകല വഴികളും അടഞ്ഞു. ഹല്ലേലൂയ. ഒരു ഫോൺ സന്ദേശം പോലും വരുന്നില്ല, ഒരു ഇമെയിൽ പോലും വരുന്നില്ല, ഒന്ന് വിളിച്ച് ക്ഷേമം അന്വേഷിക്കാൻ ആരുമില്ല, ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. ചില മേഖലകളിൽ സ്വർഗം നിന്നെ എന്നെ ഇരുത്തി ചിലത് പഠിപ്പിക്കുവാൻ പദ്ധതിയിടും. അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അധരം തുറന്നാട്ട്. കർത്താവേ, അങ്ങയുടെ പഠനശാല ശ്രേഷ്ഠമാണ്, അങ്ങയുടെ പഠനശാലകൾ ഉന്നതമാണ്. കർത്താവെ, അതിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഈ ദിവസങ്ങളിൽ അങ്ങനെയൊരു സ്വസ്ഥത തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില വർഷങ്ങളായി കർത്താവെ അസ്വസ്ഥനായി ഞാൻ ശുശ്രൂഷിക്കുന്നു, അസ്വസ്ഥതയായി ഞാൻ പാടുന്നു, അസ്വസ്ഥതയായി ഞാൻ പാട്ട് പാടുന്നു. ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഞാൻ അസ്വസ്ഥന. നിങ്ങൾ മാത്രമല്ല, ഞാനും. സ്തോത്രം. ഓരോരുത്തരും അസ്വസ്ഥരാണ്, പലപ്പോഴും അസ്വസ്ഥരായ നിൽക്കുന്നത്. അതാരോടും നാം പറയുന്നില്ല, ആർക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, അതേ പ്രളയം, അതേ ചില നാളുകൾ, ദിവസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ നമ്മെ ഉയർത്തുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രശ്നങ്ങൾ നമ്മെ തകർക്കത്തില്ല. കർത്താവിന്റെ ദാസി, പ്രശ്നങ്ങൾ അടുത്തൊരു മേഖലയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദേവദാസന്മാരെ, ശുശ്രൂഷ അടുത്തൊരു പർവ്വതത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ സ്വർഗം പദ്ധതി ഇടുകയാണ്. ആ പർവ്വതത്തിൽ എത്താതിരിക്കുവാൻ ശക്തമേറിയ പോരാട്ടം പിന്നിലുണ്ട്. ഇന്ന് പകൽക്കാലം അത് അഴിയാൻ പ്രാർത്ഥിക്കാം. എല്ലാം നാമം തുറന്ന് സ്വോത്രം ചെയ്താട്ട്. പാട്ടുകൾ പാടാതെ ആത്മാവിൽ ചലിക്കാൻ കഴിയുമോ? പാട്ടുകൾ പാടാതെ അന്യഭാഷകൾ പറയാൻ കഴിയുമോ? കീബോർഡിന്റെ ശബ്ദമില്ലാതെ അന്യഭാഷകൾ സ്തുതിക്കാൻ കഴിയുമോ? കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ അഭിമുഖീകരിക്കുക ഈ പ്രശ്നം എന്നെ അടുത്തൊരു തലത്തിലേക്ക് അങ്ങ് എത്തിക്കുമെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. കർത്താവേ, ആത്മാവിൽ ചലിച്ചാട്ട്. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട, അന്യഭാഷകളിൽ ശ്രദ്ധിക്കുവാൻ, ആത്മാവിൽ പോരാടുവാൻ, ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ ദൈവസഭ ഒരുങ്ങട്ട. ശമന ഘടക മരണവിധി വികതല ഘടകമന ഘടകതന പോരാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് നാം ആരാധനയ്ക്ക് വന്നതാ, ഒരാഴ്ചത്തെ അധ്വാനത്തിന് ശേഷം ദൈവത്തെ സ്തുതിക്കാൻ വന്നതാ, ഒരാഴ്ചയ്ക്ക് ശേഷം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വന്നതാ. പ്രശ്നങ്ങളെ കണ്ട് സ്തുതി കുറയരുത്, പ്രശ്നങ്ങളെ കണ്ട് ആരാധന മങ്ങലേൽക്കരുത്, പ്രശ്നങ്ങളുടെ നടുവിൽ ശുശ്രൂഷയെ ക്ഷീണിക്കരുത്. തടയേണ്ട മേഖലകളെ തടഞ്ഞ് ചെറുതിനെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കൾ ആത്മാവിൽ ചലിക്കട്ടെ, ആത്മാവിൽ ആരാധിക്കട്ടെ, അന്യഭാഷകളിൽ സ്തുതിക്കട്ടെ, കൃപാവരങ്ങൾ നിർഗളിക്കട്ടെ, അഭിഷേകത്താൽ ചലിക്കട്ടെ. അന്യഭാഷ നിർത്തണ്ടെന്ന് നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിക്കോ, നിങ്ങൾ സ്വോത്രം ചെയ്യാൻ തുടങ്ങ്, നിങ്ങൾ കരമടിക്കാൻ തുടങ്ങ്, നിങ്ങൾ പാട്ടുപാടാൻ തുടങ്ങ്, നിങ്ങൾ ആത്മാവിൽ പാട്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്ക്, നിങ്ങൾ ആത്മാവിൽ ചലിക്ക്. നിങ്ങളുടെ കരങ്ങൾ ചലിക്കട്ടെ, നിങ്ങളുടെ നാവ് ചലിക്കട്ടെ, നമ്മുടെ അകരങ്ങൾ തുറക്കട്ടെ. സമാധാനാദരാധനാദിയാണ്. അഴിഞ്ഞു മാറട്ട പ്രതിസന്ധികൾ, അഴിഞ്ഞു മാറട്ട പ്രതിസന്ധികൾ. തലമുറകൾക്ക് നേരെ കൊളുത്തിട്ടിരിക്കുന്ന വ്യാപാരം ഇന്ന് മകൾ അഴിയട്ട. ചൂടാരാബാലഭാഷാന്തര ഞങ്ങളുടെ തലമുറകൾക്ക് നേരെ ഭാവി പ്രത്യാശയായി ഞങ്ങൾ കൊണ്ടുനടന്ന തലമുറകൾക്ക് നേരെ അടുത്ത ജനറേഷനോട് പോരാടുന്ന വ്യാപാരം ഈ പകൽ അഴിയുവാൻ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുകയാണ്.
ക്ഷാമം വേഷം സത്തുനം അർദ്ധം വേഷ സത്തുനി അൽഹി മനാദ ഹൽഖര അടര ഗഡഗ തുനീതി ബാദ്ന കമൽ അർഗ മനതോണിയ ലസഹ തേമ നിയോ സംഗരി. സ്തോത്രം. യോസഫിനെ കിട്ടാതെ വന്നപ്പോൾ അടുത്ത ജനറേഷനോട് പോരാടി. ഹല്ലേലൂയ. യോസഫിനെ പിടിക്കാൻ പറ്റിയില്ല. അടുത്ത തലമുറകളോട് ദുഷ്ടൻ പൊരുതി. പ്രിയരെ, നമ്മെ ഒതുക്കാൻ പറ്റാതെ വരുമ്പോൾ അടുത്ത തലമുറയോടാ ദുഷ്ടൻ. ഹല്ലേലൂയ. ആത്മാവിനത് കണ്ട് മനസ്സിലാക്കുക, ആത്മാവിൽ കണ്ട് പോരാട്, ആത്മാവിൽ കണ്ട് ചലിക്ക്. ഏത് മേഖലയില ഇന്ന് പകൽക്കാലം കെട്ടുവീണ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സ്തോത്രം. മോശയുടെ കൈ ക്ഷീണിക്കും തളരുമെന്ന് എത്ര നേരം പിടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ. മോശ മനുഷ്യനല്ലേ? ശോരാഹരോനൂരത് കണ്ടിട്ട് ഓടിച്ചെന്ന് കരങ്ങൾക്കും കൈത്താങ്ങൾ കൊടുത്തു. 150 ദിവസം പ്രളയം ഉണ്ടായി. ഇതിനൊരു സ്വസ്ഥതയില്ലേ? എന്താ ഇങ്ങനെ? കർത്താവ് എന്നിതിനാ ഒരറുതി വരും, എന്നൊരാശ്വാസം ലഭിക്കും. കർത്താവ് നീക്കുപോക്കില്ലേ ഇതിന്? ചോദിക്കുന്ന ചോദ്യമാ. ഈ പ്രശ്നത്തിന് പരിഹാരമില്ലേ? എനിക്ക് ഓർമ്മ വന്ന കാലം മുതൽ ഞാനിത് അനുഭവിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുക, 8-ാം അധ്യായത്തിലേക്ക് വരുമുണ്ടല്ലോ, ഒരു സ്വസ്ഥത. പെട്ടകം പർവ്വതത്തിൽ ഉറപ്പിച്ച ദൈവം. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവം നിന്നെ ഉറപ്പിക്കും. ഒന്ന് കൈ കൊടുത്തിരുന്ന് പറയാമോ, ദൈവം നിന്നെ ഉറപ്പിക്കുമെന്ന്? ഹല്ലേലൂയ. എനിക്കറിയാം സ്റ്റുഡൻസ് ആയിട്ടുള്ളവരെല്ലാം അത് തീർത്തേറ്റെടുക്കുമെന്ന്. സ്തോത്രം. നിങ്ങൾ വചനം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അതുപോലെ ക്രിയ ചെയ്യും. നിങ്ങൾ വചനത്തിന് മുമ്പിൽ ഇങ്ങനാന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ പോകും. പറയും വചനം പറയാൻ നിന്നെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കും. ദൈവം ഉറപ്പിച്ചെങ്കിൽ ഒരു സ്വസ്ഥത ദൈവം തരും. ഒരു സ്വസ്ഥത എന്നും ഇങ്ങനെ അസ്വസ്ഥത അനുഭവിച്ച് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വസ്ഥത ദൈവം തരും, അല്ലേ? ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥത ദൈവം തരും, ഒരു സ്വസ്ഥത തരും, ഉറപ്പിക്കും. അതിനുവേണ്ടിയാണ് നാം പ്രാരംഭത്തെ കേട്ടത്, അതിനുവേണ്ടിയാണ് നാം ഓടുന്നത്. ഇവിടെ ഉറപ്പുള്ള ഒന്നുമില്ല. ഉറപ്പുള്ളൊരു നഗരം വരുന്നുണ്ട്, അതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു സ്വസ്ഥത തരും, ഒരു സമാധാനം തരും. ഹല്ലേലൂയ. ദൈവമേ, ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതുവരെ നല്ല പ്രാർത്ഥനയും അന്യഭാഷ ആരാധനയും സ്തോത്രവും ഹല്ലേലൂയയൊക്കെ ഉണ്ടായിരുന്ന നോഹ അടുത്ത നിമിഷത്തിലേക്ക് വന്നപ്പോണ്ടല്ലോ, നോഹയുടെ വായിന്ന് ശാപവും കലിപ്പും ഗ്ലോറിയും ദേഷ്യവും ഒക്കെ വന്നു. പെട്ടകത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഫാം അങ്ങ് തുടങ്ങി. ഗ്ലോറി, പ്രൈസ് ഗാഡ്. കുഴപ്പമില്ലായിരുന്നു നോഹയ്ക്ക്. നോഹ അതുവരെ വെള്ളവടിയുടെ കാര്യം പറയുന്നില്ല. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയും നാളുമൊക്കെ പാട്ടും പാടി അന്യോന്യൊക്കെ പാടിയൊക്കെ ഇരുന്നു. ഗ്ലോറി, ഇനി നമുക്ക് ഒരു നന്മയൊക്കെ വേണ്ട, നല്ലത്. പക്ഷേ നോഹ ഇറങ്ങി ഉടനെ കൃഷി ആരംഭിച്ചു. ദൈവത്തിന് യാഗം കഴിച്ചു. യാഗമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്താണെന്നറിയാമോ? സ്തോത്രം. പിന്നെ പ്രശ്നമായി. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, ഞാനങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. 9-ാം അധ്യായമൊക്കെ വായിക്കണം. സ്തോത്രം. അവിടെ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ എൻ്റെ മന്ദിരമെന്നും എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കും, ഞാൻ നശിപ്പിക്കുന്നു. നമ്മുടെ മന്ദിരം ഇത് നമ്മുടെ സ്വന്തമല്ല. അവൻ വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു. കണ്ടോ? നോഹയെക്കുറിച്ച് പറയുകയാണ്. നോഹയുടെ സുബോധം നഷ്ടപ്പെട്ടു. സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ
അവിടെ എന്നെ ചിന്തിപ്പിച്ചത് ഒരു കാര്യമുണ്ട്. ഒരുത്തൻ ചേട്ടന്മാരുടെ എന്ന് പറഞ്ഞു, ഇത് പുള്ളി എന്നെ അത് വസ്ത്രം മാറി എന്നുള്ളത് കൊണ്ടല്ല വിഷയം. അപ്പനെ അത്രമാത്രം ഒരു വർഷമെങ്കിൽ പരിഹസിച്ച് കാണും. സ്തോത്രം, കാര്യം ശരിയാണ്. പക്ഷെ നോഹ അവനെ ശപിക്കാനിടയായി. വാ തുറന്നപ്പോഴൊക്കെ പ്രിയരെ കൃപ പോയി കഴിഞ്ഞാൽ പിന്നെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വരും. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ വായിന്ന് പലതും വരും. ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ നാം സൂക്ഷിച്ചോണം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ലാത്തൊരു നന്മ വേണ്ട കർത്താവേ. നിത്യതയ്ക്ക് തടസ്സമായതൊന്നും വേണ്ട. ഞെരുങ്ങിയാണേലും ജീവിക്കാം. അക്കരെ നാട്ടിൽ പോയാൽ മതി. വീടില്ലാത്തവനാണെങ്കിലും ജീവിച്ചോളാം. അക്കരെ നാട്ടിൽ പോയാൽ മതി. പിന്നെ നമ്മുടെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ ചിലതിനെയൊക്കെ ശത്രു എഴുന്നേൽപ്പിക്കും. അത് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു നന്മയാണെന്ന് വിശ്വസിക്കാം. പ്രിയരെ, അതുവരെ അരുതാത്തത്, അതുവരെ ചെയ്യാത്തത്, അതുവരെ സംസാരിക്കാത്തത്, അതുവരെ പ്രവർത്തിക്കാത്തതൊക്കെ നോഹയുടെ വായിൽ നിന്നും വീണെങ്കിൽ, പ്രിയരെ, നമ്മുടെ വായ, നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടരുത്. ഈ ഒരാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു സ്വസ്ഥത അങ്ങനെക്ക് തരും. എല്ലാ ബൈബിളും ഒന്ന് ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം. എൻ്റെ ദൈവമേ, ഒരു സ്വസ്ഥത എനിക്ക് തരണമേ. ഒരു സ്വസ്ഥതയ്ക്കായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നൊരു പാസ്റ്റർക്ക് ജനം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ശുശ്രൂഷകന്മാർക്കാണ് ഏറ്റവും അധികം സന്തോഷം. കാരണം ദൈവസഭയിലെ ജനം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അത് ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തി കൃപയിൽ നിന്ന് പോകുമ്പോൾ ആ ദൈവഭൃത്യന്മാരുടെ ഹൃദയത്തിന് അതുപോലെ വേദനയുണ്ടാകും. എന്നാൽ പ്രിയരെ, കർത്താവ് അതിലപ്പുറം വേദനയുണ്ടാകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരണം. അത് യോഹന്നാൻ പറയുകയാണ്, ഞാൻ കുറയണം, നീ വളരണം. ഹല്ലേലൂയ. ഒരാൾക്ക് വളരാൻ കഴിയുമെങ്കിൽ ക്രിസ്തുവിനോളം വളരാൻ കഴിയും. ഒരാൾക്ക് തകരാൻ കഴിയുമെങ്കിൽ യൂദായോളം തകരാൻ കഴിയും. ഹല്ലേലൂയ. ഒരാളുടെ ഉയർച്ച ക്രിസ്തുവിനോളമായിരിക്കും. ഒരാളുടെ തകർച്ച അത് യൂദായെ പോലെയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകിത്തന്ന കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കാം. എല്ലാ നാവും തുറക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ദൈവം തരുമെന്ന്. ശുശ്രൂഷയിൽ ഒരു സ്വസ്ഥത, പ്രവർത്തന മേഖലയിൽ ഒരു സ്വസ്ഥത, തലമുറകളുടെ ബന്ധത്തിൽ സ്വസ്ഥത, ജോലിയോടുള്ള ബന്ധത്തിൽ സ്വസ്ഥത, ഔദ്യോഗിക മേഖലയിൽ സ്വസ്ഥത. ആരാ സ്വസ്ഥത അനുഭവിക്കാത്ത? ഇന്ന് സ്വസ്ഥത തരുന്നൊരു ദൈവമുണ്ട്. ഇവിടെ നാം വന്നത് നിത്യത പോകാൻ മാത്രമല്ല, ഈ രാജ്യത്ത് ഇവിടെ വന്നത് ജീവിതത്തിൽ സ്വസ്ഥത കൂടി അനുഭവിക്കാനാണ്. ഇന്ത്യയിൽ കിടന്നാലും നമുക്ക് അക്കരെ നാട്ടിൽ പോകാം, കേരളത്തിലാണെങ്കിലും അക്കരെ നാട്ടിൽ പോകാം. പിന്നെയോ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകേണ്ടതിന്, ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകേണ്ടതിന്, ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകേണ്ടതിന്, ജീവിതത്തിൽ തകർച്ചകൾ മാറി ഒരു ഉയർച്ച ഉണ്ടാകേണ്ടതിനൊക്കെ ഈ രാജ്യത്ത് വന്നത്. എന്നാൽ പ്രിയ ദൈവമൈതലേ, ഈ രാജ്യത്ത് വന്നപ്പോഴും പ്രളയം നിന്നെ വല്ലാതെ അലട്ടുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ പേര് ജയം കൈവരിച്ചാട്ട്. കുത്തൊഴുക്കിൽപ്പെട്ട് ഇപ്പോൾ വലയുകയാണോ? പെട്ടകം, ഹല്ലേലൂയ, അതേ വല വളരെ കറങ്ങുകയാണോ? ഈ പെട്ടകം എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ വ്യാകുലപ്പെടുകയാണോ? ഹല്ലേലൂയ, എവിടെ സ്വസ്ഥമാകും കർത്താവേ എന്നോർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അധരമൊന്ന് തുറക്കാം. എല്ലാ നാവും തുറന്നാട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു കർത്താവ് നമ്മുടെ അരികിലുണ്ട്. ആ നല്ല പ്രാണപ്രിയനെ നമുക്ക് സ്തുതിക്കാം. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്കെത്ര നല്ലവനാ,
ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവൻ താം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുവൻ. കഷ്ടതയിൽ നൽതുണതാ ദുഃഖത്തിലാശ്വാസദായകൻ താ. കഷ്ടതയിൽ നൽതുണതാ ദുഃഖത്തിലാശ്വാസദായകൻ താ. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമൊന്ന്. ഉറ്റവ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. ഉറ്റവ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽതുണതാ ദുഃഖത്തിലാശ്വാസദായകൻ താ. കഷ്ടതയിൽ നൽതുണതാ ദുഃഖത്തിലാശ്വാസദായകൻ താ. പ്രിയപ്പെട്ടവരെ, ഒരു സ്വസ്ഥത ദൈവം തരും. ഞങ്ങൾ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോയാണ്. കർത്താവിന്റെ ദാസന്മാർ മുമ്പോട്ട് നിന്ന് കടന്നു വരാം. നമുക്കൊരുമിച്ച് ജനത്തിനൊരു സ്വസ്ഥതയുണ്ടാകണം. ജിജോ പാസ്റ്റർ വന്നാട്ടെ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ഈ ജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി വേദനിക്കുന്നവരതിനകത്തുണ്ട്. അവരൊക്കെയും വേദനയുടെ നടുവിലാണ്. ഹല്ലേലൂയ. അവരെല്ലാവരും ഭാരത്തിന് നടുവിലാണ്. ആരും ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ പോക്കറ്റുകൾ കാലിയായവരുണ്ട്. നാളെ എന്തായിത്തീർന്ന് വേദനിക്കുന്നവരുണ്ട്. ഞാൻ എന്നിവിടുന്ന് യാത്ര ചെയ്യണമെന്നോ ചിന്തിക്കുന്ന ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഭാവി എന്തായിത്തീരും, നാളെ എന്തായിത്തീർന്നോർത്ത് വേദനിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരതിനകത്തുണ്ട്. അവർക്കൊരു സ്വസ്ഥതയുണ്ടാകാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ദൈവദാസന്മാരെ, ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ ഒരു വിടുതൽ തരും. അഭിഷക്തന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളും പലപ്പോഴും അസ്വസ്ഥരാണ്. ഞങ്ങളും പലപ്പോഴും വേദനിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാത്സല്യ പിതാവേ, അഭിഷക്തന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുകയാ. ഉപജീവന മാർഗം തേടി കടന്നു വന്ന ഈ ജനം ഈ രാജ്യത്ത് കർത്താവിനെ സേവിക്കുവാനും ആരാധിക്കുവാനും അങ്ങനെ മഹത്വം അനുഭവിക്കുവാനും ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ അവരുടെ സ്വസ്ഥതയെ കെടുത്തുന്ന ചില പ്രളയങ്ങളുണ്ട് കർത്താവേ. അവരെ അസ്വസ്ഥമാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് കർത്താവേ. അവരെ മാനസികമായി തകർക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് കർത്താവേ. അത് മാതാവിൻ്റെ രോഗമാകട്ടെ, ആത്മാരുടെ രോഗമാകട്ടെ, അത് കൂട്ടുകാരൻ്റെ അതെ വാക്കുകളാകട്ടെ, അത് ജോലി ചെയ്യുന്നിടത്തെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങളാകട്ടെ, കർത്താവ് എന്തുമാകട്ടെ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗവും ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു സ്വസ്ഥത കൊടുക്കുവാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി, അഭിഷക്തന്മാരിലൂടെ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ജനത്തിലേക്ക് ഒഴുകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സ്വസ്ഥതയെ കെടുത്തുന്ന, അവരുടെ സന്തോഷത്തെ കെടുത്തുന്ന നാളുകളായി അവരെ ഒതുക്കുന്ന ആ വ്യാപാരം ഈ പകൽ അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുകയാണ്.
ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വസ്ഥത കൊടുക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ സ്വസ്ഥത കൊടുക്കട്ടെ. പ്രാർത്ഥിക്കണം അപേക്ഷിച്ച അങ്ങയുടെ മക്കളുടെ വിഷയത്തിന് ഇപ്പോൾ സ്വസ്ഥത ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അവർ സ്വസ്ഥമായി ജോലി ചെയ്യട്ടെ. നിത്യതയ്ക്ക് അവകാശികളായി ഇറങ്ങി തിരിച്ചു നിൽക്കുന്ന ജനത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ സന്തോഷത്തെ കെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. അഭിഷക്തന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ പലപ്പോഴും ശുശ്രൂഷയിൽ പോരാടുമ്പോൾ അവർക്കും നേരെ കെണികളുണ്ട്, വെല്ലുവിളികളുണ്ട്, എതിരുകളുണ്ട്. പുറത്തു പറയാതെ വേദനിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ വഹിച്ചുകൊണ്ടാണ് അവർ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്നത്. കർത്താവേ, ദൈവം ഓർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കും.